ഹലോ ഹായ്, ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടുണ്ട്. അംഗനവാടി കലോത്സവമാണ്. മക്കളൊക്കെ ഒരുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അവർക്ക് മിനുങ്ങുന്ന തിളങ്ങുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവരും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ കരയുമെന്നൊക്കെ പ്രതീക്ഷിച്ച്, പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ ഞാൻ ഫ്രണ്ടിൽ വന്ന് മറ്റുള്ള അംഗനവാടിയിൽ നിന്ന കുഞ്ഞുങ്ങളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷയോട് ഞാൻ വന്ന് നിൽക്കുകയാണ്. എല്ലാ അമ്മയും അച്ഛനും ഒക്കെ നല്ല ഹാപ്പിയാണ്. ആദ്യമായിട്ട് നമ്മുടെ മക്കൾ സ്റ്റേജിൽ കയറുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രോത്സാഹനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അവരുടെ കുഞ്ഞു കുഞ്ഞ് കൈകൾ ഇങ്ങനെ ആട്ടുന്നത് തന്നെയാണ് നമ്മുടെ മക്കളുടെ ഡാൻസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം തന്നെ. ഇതാ അടുത്ത മെറൂൺ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട്. സ്റ്റേജിന് പുറകെ അടുത്ത അവരുടെ ഡാൻസാണ്. നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് വന്ന മക്കളുടെ ഡാൻസാണ്. അവരൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റായിട്ട് കൂടെയുള്ള ടീച്ചേഴ്സായാലും ആയമാരായാലും പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെ. കരയാതെ മക്കളെല്ലാം സ്റ്റേജിൽ നിരന്ന് നിൽപ്പുണ്ട്. ഡാൻസ് തുടങ്ങുകയാണ്. അവരുടെ ഡാൻസ് തുള്ളലും ഡാൻസും ബഹളും ഒക്കെ ആയിട്ടാണ് അവരുടെ ഇത്. സ്റ്റെപ്പ് ഇടുന്നവരുണ്ട്, സ്റ്റെപ്പ് ഇടാത്തവരുണ്ട്. എന്നാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മക്കളിൽ ഒന്നും കളിക്കാൻ പോലും താല്പര്യമില്ല. അവരെപ്പോഴും കരച്ചിലായിരുന്നു. പക്ഷെ സ്റ്റേജ് കണ്ടപ്പോൾ അവരാകെ മാറി. ഞങ്ങളൊക്കെ കരഞ്ഞുപോയി. കാര്യം അത്രത്തോളം ഒരു എന്താ പറയുക, മക്കൾ പ്രതീക്ഷിച്ചില്ല. മക്കൾ ഇങ്ങനെ കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. അതൊരു വലിയൊരു സന്തോഷമാണ്. ആദ്യമായിട്ട് നമ്മുടെ മക്കൾ സ്റ്റേജിൽ കയറുകയും സമ്മാനം മേടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ അച്ഛനമ്മമാർക്കും വളരെ സന്തോഷമാണല്ലോ. അവിടെ തന്നെ കാണാം എല്ലാ അച്ഛനമ്മമാരുടെ സന്തോഷം. എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുക. കളിച്ച് കഴിഞ്ഞു അവരെല്ലാവരും ഫോട്ടോ വാങ്ങിച്ച് പ്രൈസൊക്കെ വാങ്ങിച്ച് നിൽക്കുകയാണ് കേട്ടോ, വളരെ സന്തോഷത്തോടെ. പാട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. എല്ലാ മക്കളെയും നിരത്തി ഓരോ അമ്മമാരും ഫോട്ടോ എടുക്കുകയാണ്. ഇതുപോലൊരു അവസരം ഇനി കിട്ടൂലല്ലോ. അതുപോലെ ഇനി അടുത്ത വർഷം ഒരു സ്കൂളിലോട്ടാവുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു നിമിഷം നമുക്ക് പകർത്തി വയ്ക്കാമല്ലോ. നമ്മുടെ മക്കളെ എപ്പോഴും കാണാമല്ലോ. ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാമല്ലോ. നിങ്ങൾ ഈ പ്രായത്തിൽ അവർ വളരും തോറും അവരുടെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. അത് കഴിഞ്ഞ് ഞാനൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് എടുത്ത് എൻ്റെ മോള് ആ മുഖം കാണിക്കാതെ നിൽക്കുന്നത്. ഇത്ര ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറയൽ നിൽക്കത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ പിടിച്ചെങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. മോളുടെ കൂട്ടുകാരികളുമാണ്. അത് കഴിഞ്ഞിട്ട് പോവുക. പൊരി വെയില, ഒരു രക്ഷയില്ല. ചെറിയ ആളും ഉണ്ട് കയ്യിൽ. പൊരിഞ്ഞ വെയിലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്.